സോ വെൽക്കം ടു ഡേ 4 ഓഫ് ബുഡ് ക്യാമ്പ് ഗൈസ്. അപ്പോൾ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോണത് പിപ്സ് ആൻഡ് ലോട്ട്സ് ആണ്. എന്താണ് പിപ്പ്, എന്താണ് ലോട്ട് സൈസ്, കാര്യങ്ങൾ. സോ പ്രീവിയസ് വീഡിയോയുടെ അകത്ത് നമ്മൾ സെഷൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റിൽ 4 സെഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ വീഡിയോയുടെ അകത്ത് എന്താണ് പിപ്പ്, എന്താണ് ലോട്ട് സൈസ്, ടൈപ്പ് ഓഫ് ലോട്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് നമുക്ക് പിപ്പ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. The pip size is the smallest unit of price movement in a currency pair. അതായത് കറൻസി പെയേഴ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ പറയാം ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 10 രൂപ കൂടി, അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് കൂടി, 100 പോയിന്റ് കുറഞ്ഞു, 200 പോയിന്റ് കൂടി, അല്ലെങ്കിൽ 200 രൂപ കൂടി. ആ ഒരു രീതിയിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. സോ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ കറൻസി പെയേഴ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യണ വാല്യൂ പിപ്പാണ്. അതായത് ഇപ്പോൾ യൂറോ യു എസ് ഡിയുടെ പ്രൈസ് ഒരു 5 പിപ്പ് കൂടി, അല്ലെങ്കിൽ ഒരു 10 പിപ്പ് കുറഞ്ഞു, ഒരു 20 പിപ്സ് കൂടി. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യണത്. സോ അത് ഡിഫറെൻറ്റ് കറൻസി പേഴ്സിലോട്ട് പോകുമ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. സോ മെയിനായിട്ട് 2 ടൈപ്പിലാണ് നമ്മൾ ആ ഒരു പിപ്പ് സൈസ് മെഷർ ചെയ്യണത്. അതായത് ഫോർ മോസ്റ്റ് കറൻസി പേഴ്സ് ദ പിപ്പ് സൈസ് ഇത് 0.0001. അതായത് പോയിന്റിന് ശേഷമുള്ള 4th ഡിജിറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുന്നത്. അതായത് 0.0001 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, representing a 1-digit change in the 4th decimal place of the exchange rate. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വരുവാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ നോർമൽ കറൻസി പേഴ്സ്, അതായത് യൂറോ യു എസ് ഡി, ജി ബി പി യു എസ് ഡി, എ യു ഡി യു എസ് ഡി, അങ്ങനെ വരുന്ന കറൻസി പേഴ്സിൻ്റെ അകത്ത് പോയിന്റിന് ശേഷമുള്ള 4th ഡിജിറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുക. അതായത് 0.0001 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂറോ യു എസ് ഡിയുടെ പ്രൈസ് 1.1510 ആണ്. ഓക്കെ, അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് 1.1511 ആയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താണ്? അവിടെ നമുക്കൊരു 0.0001 ഡിജിറ്റിൻ്റെ മൂവ്മെൻ്റ് അവിടെ വന്നു. അതായത് 1.1510യുടെ കൂടെ 0.0001 ആഡ് ചെയ്തപ്പോഴാണ് അത് 1.1511 ആയത്. അതായത് അപ്പോൾ നമ്മൾ പറയും യൂറോ യു എസ് ഡിയുടെ വാല്യൂ 1 പിപ്പ് ഇൻക്രീസ് ചെയ്തു, പ്ലസ് 1 പിപ്പ്. അതായത് 0.0001 വാല്യൂയുടെ മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ 1.1510 1.1511 ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും യൂറോ യു എസ് ഡിയുടെ വാല്യൂ 1 പിപ്പ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നോർമൽ കറൻസി പേഴ്സിലോട്ട് വരുമ്പോൾ, അതായത് യൂറോ യു എസ് ഡി, ജി ബി പി യു എസ് ഡി, എ യു ഡി എസ് ഡി അതുപോലെയുള്ള കറൻസി പേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു കറൻസി പേഴ്സിൻ്റെ വാല്യൂ മെഷർ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് പറഞ്ഞത് ഹൗ ഫോർ ഇൻവോൾവിങ് പേഴ്സ് ഫോർ പേഴ്സ് ഇൻവോൾവിങ് ജാപ്പനീസ് എൻ. അതായത് ജാപ്പനീസ് എൻ ഇൻവോൾവ് ആയിട്ട് വരുന്ന കറൻസി പേഴ്സിൽ കാൽക്കുലേഷൻ കുറച്ച് ഡിഫറൻസ് ആണ്. അതായത് സച്ച് ആസ് യു എസ് ഡി ജെ പി വൈ ഓർ യൂറോ ജെ പി വൈ, അങ്ങനെയുള്ള ജാപ്പനീസ് എൻ ഇൻവോൾവ് ആയിട്ട് വരുന്ന പേഴ്സിലോട്ട് പോകുമ്പോൾ ദ പിപ്പ് സൈസ് ഈസ് ദ 0.01 ഡ്യൂ ടു ദ റിലേറ്റീവ്ലി ലോ വാല്യൂ ഓഫ് ദി എൻ. അതായത് ജാപ്പനീസ് എന്നിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് 0.01 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയാം. ഇപ്പം നോർമൽ പേഴ്സിലോട്ട് വരുമ്പോൾ 0.0001 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയാം. ജാപ്പനീസ് എൻ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പേഴ്സിൽ 0.01 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയാം. അതായത് ഇപ്പോൾ യു എസ് ഡി ജെ പി യുടെ പ്രൈസ് എത്രയാണ്? 154.06. അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് 154.07 ആയി എന്ന് വിചാരിച്ചു. അതായത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ? 0.01 ഡിജിറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടായത്. അതായത് 0.01 വാല്യൂയുടെ മൂവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടായത്. 154.06ൻ്റെ കൂടെ 0.01 ആഡ് ചെയ്തപ്പോഴാണ് അത് 154.07 ആയത്. അപ്പോൾ നമ്മളിവിടെ എന്ത് പറയും? യൂറോ യു എസ് ഡിയുടെ വാല്യൂ, യു എസ് ഡി ജെ പി ഒയുടെ വാല്യൂ 1 പിപ്പ് ഇൻക്രീസ് ചെയ്തു. സോ ജാപ്പനീസ് എൻ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പേഴ്സിൽ 0.01 വാല്യൂവിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുന്നത്. സോ നോർമൽ പേഴ്സിലോട്ട് വരുമ്പോൾ 0.0001 വാല്യൂവിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ യൂറോ യു എസ് ഡിയുടെ പ്രൈസ്
154.05 ആയെന്ന് വിചാരിച്ചു. ഓക്കെ, സോ 154.06 എന്ന് 154.05 ആയി. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താണ്? അതായത് -0.01, അതായത് 0.01 ഡിജിറ്റിൻ്റെ ഒരു 0.01 വാല്യൂയുടെ ഒരു ഡിക്രീസ് അവിടെ ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയും USD/JPYയുടെ വാല്യൂ 1 പിപ്പ് ഡിക്രീസ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ 154.06 154.16 ആയി എന്ന് വിചാരിച്ചു. സോ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഇപ്പം ചേഞ്ച് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 154.06 154.16 ആയി. അതായത് 0.10യുടെ ഇൻക്രീസ് അവിടെ ഉണ്ടായി, 0.10 വാല്യൂയുടെ. അപ്പോൾ നമ്മൾ പറയും USD/JPYയുടെ വാല്യൂ 10 പിപ്പ് ഇൻക്രീസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. നോർമൽ നമ്മുടെ ബേസിക് മാത്സ്. 1 പിപ്പ്, 10 പിപ്പ്, 100 പിപ്പ്, 1000 പിപ്പ്. ആൻഡ് EUR/USDയിലോട്ട് വരുമ്പോൾ 4th ഡിജിറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുക. അപ്പോൾ 1 പിപ്പ്, 10 പിപ്പ്, 100 പിപ്പ്, 1000 പിപ്പ്. ആ ഒരു രീതിയിലാണ് കറൻസി പെയേഴ്സിൻ്റെ വാല്യൂസിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലോട്ട് സൈസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചോദിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോട്ട് സൈസ് ആണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളവിടെ ബൈ ഓർ സെല് ചെയ്യണത് ക്വാണ്ടിറ്റിയിലാണ്. അതായത് ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്, ഓക്കെ, റിലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് 1 ക്വാണ്ടിറ്റി വാങ്ങിക്കാം, 2 ക്വാണ്ടിറ്റി വാങ്ങിക്കാം, 3 ക്വാണ്ടിറ്റി വാങ്ങിക്കാം, 4 ക്വാണ്ടിറ്റി വാങ്ങിക്കാം, 5 ക്വാണ്ടിറ്റി വാങ്ങിക്കാം. അങ്ങനെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ അവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഓപ്ഷൻസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ലോട്ട് സൈസിലാണ് നമ്മൾ വാങ്ങിക്കുക. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ലോട്ട് സൈസ് അറിയത്തില്ല. ഇപ്പോൾ നിഫ്റ്റിയിലൊരു 1 ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 25ഓ 30ഓ അങ്ങനെ എന്തോ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും ഒരു ലോട്ടിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ബൈ ഓർ സെല് ചെയ്യണത് ക്വാണ്ടിറ്റിയിലായിരിക്കില്ല, ലോട്ട് സൈസിലായിരിക്കും നമ്മളിവിടെ ബൈ ഓർ സെല് ചെയ്യണത്. So in Forex, a lot is a standardized unit that measures the size of a trade. So representing a specific amount of the base currency being brought or sold. Common lot size includes, അതായത് 3 ടൈപ്പ്, ഇവിടെ 4 ടൈപ്പ് കാണിക്കും, പക്ഷെ നമ്മൾ മെയിനായിട്ട് നമുക്കിവിടെ 3 ടൈപ്പ് ഓഫ് ലോട്ട്സ് ആണ് ഉള്ളത്. അവിടെ സ്റ്റാൻഡേർഡ് ലോട്ട് ഉണ്ട്, മിനി ലോട്ട് ഉണ്ട്, മൈക്രോ ലോട്ട് ഉണ്ട്. സോ നാനോ ലോട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ അതിപ്പോൾ ഒരു ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യണില്ല. സോ മെയിനായിട്ട് ഇപ്പോൾ മൈക്രോ, മിനി, സ്റ്റാൻഡേർഡ്. The lot size determines the potential profit or loss from a trade and is a key component of risk management. So ലോട്ട് സൈസ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. സോ നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ലോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു 3 ടൈപ്പ് ലോട്ട്സ് ഉണ്ട്: മൈക്രോ, മിനി, സ്റ്റാൻഡേർഡ്. സോ ഏറ്റവും ലോവസ്റ്റ് ക്വാണ്ടിറ്റിയാണ് മൈക്രോ. ഓക്കെ, നമുക്കവിടെ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ലോട്ടാണ്, അതായത് ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയാണ് 0.01 ലോട്ട്. 0.01 ലോട്ടാണെങ്കിൽ പെർ പിപ്പ് $0.1 മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു EUR/USDയുടെ 0.01 ലോട്ട് നമ്മൾ വാങ്ങിച്ചു, 1 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $0.1 പ്രോഫിറ്റ് ആയിരിക്കും. 2 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $0.2 പ്രോഫിറ്റ് ആയിരിക്കും. 3 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $0.3 പ്രോഫിറ്റ് ആയിരിക്കും. അതായത് 0.01 ലോട്ടാണ് നമ്മൾ ബൈ ഓർ സെല്ല് ചെയ്തിട്ടുള്ളതെങ്കിൽ പെർ പിപ്പ് $0.1 പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ പിപ്പും ലോട്ടും കണക്റ്റഡ് ആണ്. സോ എത്ര ലോട്ടാണ് എടുത്തിട്ടുള്ളത്, എത്ര പിപ്പ് സൈസ് ആണ് മൂവ് ചെയ്യണത്, അതിനനുസരിച്ചാണ് നമ്മളവിടെ ആ ഒരു ഡോളർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് 0.02 ലോട്ടാണെങ്കിൽ $0.2 പെർ പിപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് 0.02 ലോട്ട് വാങ്ങിച്ചിട്ട് 1 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $0.2 പ്രോഫിറ്റ് ആയിരിക്കും. 1 പിപ്പ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ $0.2 ലോസ് ആയിരിക്കും. 2 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 0.2 ഇൻറ്റു 2 $0.4 പ്രോഫിറ്റ് ആയിരിക്കും. സോ അങ്ങനെയാണ് അവിടെ കാൽക്കുലേഷൻ വരുന്നത്. 0.03 ലോട്ടാണെങ്കിൽ $0.3 പെർ പിപ്പ്, 0.05 ലോട്ടാണെങ്കിൽ $0.5 പെർ പിപ്പ്. സോ അങ്ങനെയാണ് മൈക്രോ ലോട്ടിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോഴും മിനിമം ക്വാണ്ടിറ്റി പറഞ്ഞത് 0.01 ലോട്ട്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഇത് മിനി ലോട്ടിലോട്ട് വരും. സോ മിനി ലോട്ട് വരുമ്പോൾ
0.1 ലോട്ട്, 0.2, 0.3, 0.4, അതിനാണ് നമ്മൾ മിനി ലോട്ട് എന്ന് പറയുക. സോ 0.1 ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനി ലോട്ട്, 0.2 ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനി ലോട്ട്. ഇപ്പോൾ 1 മിനി ലോട്ട് ആണെങ്കിൽ 0.1 ലോട്ട് ആണെങ്കിൽ $1 പെർ പിപ്പ് ആയിരിക്കും നമുക്കവിടെ നമ്മുടെ P&L കാണാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ യൂറോ യൂസ്ഡ് 0.1 ലോട്ട് നമ്മൾ ബൈ ചെയ്തു. സോ നമ്മൾ ബൈ ചെയ്ത പ്രൈസിൽ നിന്ന് 1 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $1 പ്രോഫിറ്റ് ആയിരിക്കും. 2 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $2 പ്രോഫിറ്റ് ആയിരിക്കും ഇവിടെ. പെർ പിപ്പ് $1. അപ്പോൾ 0.1 ലോട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 10 പിപ്പ് നമ്മൾ വാങ്ങിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $10 പ്രോഫിറ്റ് ആയിരിക്കും. സോ അതുപോലെ തന്നെ 0.2 ലോട്ടാണെങ്കിൽ $2 പെർ പിപ്പ്. 0.3 ലോട്ടാണ് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളെങ്കിൽ, 3 മിനി ലോട്ടാണ് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളെങ്കിൽ $3 പെർ പിപ്പ്. അതായത് ഓരോ പിപ്പിനനുസരിച്ച് $3 ആയിരിക്കും അവിടെ ഇൻക്രീസ് ആവുന്നത്. അതുപോലെ തന്നെ 0.4 ലോട്ടാണെങ്കിൽ $4 പെർ പിപ്പ്. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാൽക്കുലേഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ പിന്നെ പറഞ്ഞതാണ് സ്റ്റാൻഡേർഡ് ലോട്ട്. സോ സ്റ്റാൻഡേർഡ് ലോട്ടിലോട്ട് വരുമ്പോൾ നമുക്കവിടെ 1, ഓക്കെ, സോ വോളിയത്തിൽ നമ്മൾ 1 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ 1 ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 സ്റ്റാൻഡേർഡ് ലോട്ടാണ്. സോ 1 സ്റ്റാൻഡേർഡ് ലോട്ടിലോട്ട് വരുമ്പോൾ പെർ പിപ്പ് $10 മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് 1 സ്റ്റാൻഡേർഡ് ലോട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് 1 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $10 പ്രോഫിറ്റ് ആയിരിക്കും. 1 സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ നിന്ന് 2 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $20 പ്രോഫിറ്റ് ആയിരിക്കും. 1 സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ നിന്ന് ഒരു 10 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 10 × 10 $100 പ്രോഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ 2 സ്റ്റാൻഡേർഡ് ലോട്ട് ആണെങ്കിൽ പെർ പിപ്പ് $20 ആയിരിക്കും. നമ്മൾ വാങ്ങിച്ച പോയിന്റിൽ നിന്ന് 1 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $20 പ്രോഫിറ്റ്. നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ നിന്ന് 2 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $40 പ്രോഫിറ്റ്. നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ നിന്ന് ഒരു 3 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $60 പ്രോഫിറ്റ്. അങ്ങനെ ഇപ്പോൾ 3 ലോട്ടാണെങ്കിൽ പെർ പിപ്പ് $30, 4 ലോട്ടാണെങ്കിൽ പെർ പിപ്പ് $40. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലോട്ട് സൈസിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞത്. സോ മൈക്രോ, മിനി, സ്റ്റാൻഡേർഡ് 3 ടൈപ്പ് ലോട്ടാണ് നമുക്കുള്ളത്. ആൻഡ് ഓരോ പിപ്പിനനുസരിച്ച് ആ ഒരു ലോട്ട്, ഈ ഒരു ലോട്ടിലോട്ട് വരുമ്പോൾ നമുക്കവിടെ P&L കാണാൻ പറ്റുന്ന വാല്യൂ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ഒരു ലോട്ട് സൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയുടെ നമുക്കത് അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡേ 4 എത്രയാണുള്ളത്? ഇപ്പോൾ ഡേ 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ പിപ്പ് എന്താ നമ്മൾ നോക്കി. ഫോറക്സ് പെയറിൽ കറൻസി പെയർസിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് പിപ്പ്. പിന്നെ ലോട്ട് എന്താ നമ്മൾ നോക്കി. സോ ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ഓർ സെല് ചെയ്യണ എപ്പോഴും ലോട്ടിലാണ്. സോ പിപ്പിനനുസരിച്ച് എത്ര ഡോളർ വാല്യൂ ആണ് മാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രോക്കർ വേണം. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണത് അൽപാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രോക്കറാണ്. ആ ഒരു ബ്രോക്കറിലോട്ട് സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ത്രൂ ഈ ഒരു ഫോറക്സ് ബ്രോക്കറിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്രോക്കർ ഓഫർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡെമോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻഡിൽ സ്റ്റിക്സ് ആയിരിക്കും. അപ്പോൾ സീ യു ടുമോറോ. ബൈ.